നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവമായ കർത്താവ് ചൊരിഞ്ഞ എല്ലാ നന്മകളെ, അനുഗ്രഹങ്ങളെ, കൃപകളെ ഓർത്ത് നന്ദി പറയുമ്പോൾ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. പ്രത്യേകിച്ച് ഒരു പ്രഭാതം കൂടി ദൈവമായ കർത്താവ് നമ്മെ കാണുവാൻ അനുവദിച്ചിരിക്കുകയാണ്. ദൈവം ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേക നിയോഗമായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അതിൽ ആഴപ്പെട്ട് വളരുവാന് കർത്താവ് കടന്നു പോകുന്ന വഴികൾ ദുർഘടമാണെങ്കിലും ദൈവത്തിലുള്ള ആ വലിയ വിശ്വാസത്തില് മുന്നോട്ട് പോകുവാനുള്ള കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യൂഥത്തിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 11-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുത്തെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപ ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവൻ, നിരാധരരെ പരിപാലിക്കുന്നവൻ, ആശയറ്റവരെ രക്ഷിക്കുന്നവനാണ്. തീർച്ചയാണ് ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഒരു പക്ഷേ നമുക്ക് ആൾബലമില്ലായിരിക്കാം, അല്ലെങ്കിൽ പണബലമില്ലായിരിക്കാം, അല്ലെങ്കിൽ സൈന്യബലമില്ലായിരിക്കാം, കരബലമില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള ഇടപെടല് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ആയിരുന്ന ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം നമുക്ക് വേണ്ടി ഭയപ്പെടാതെ യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ്. ആ ദൈവം നമ്മളോട് പറയുകയാണ്, എളിയവരുടെ ദൈവമാണ് ഞാൻ, മർദ്ദിതരുടെ സഹായകനാണ്, അവശരെ താങ്ങുന്നവനാണ്, നിരാധരെ പരിപാലിക്കുന്നവനാണ്, ആശയറ്റവരെ രക്ഷിക്കുന്നവനാണ്. നിന്റെ മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കാം, പക്ഷേ നമ്മൾ ദൈവത്തെ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു മകനാണെങ്കിൽ, അല്ലെ ദൈവത്തെ ആശ്രയിച്ച് വിശ്വാസത്തോടെ പോകുന്ന ഒരു മകളാണെങ്കിൽ ഒരിക്കലും ദൈവമായ കർത്താവ് നമ്മളെ കൈവിടുകയില്ല. എല്ലാ വാതിലും നമുക്ക് അടഞ്ഞാലും ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തോടെയുള്ള വചനങ്ങൾ എപ്പോഴും പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഇടവരുത്തുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വിശ്വസിക്കാം മക്കളെ, നമ്മൾ കടന്നു പോകുന്ന വഴികള് എന്തുമാകട്ടെ, പക്ഷെ അത് ഏറ്റുവാങ്ങുവാൻ, ഏറ്റെടുക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൂടെയുണ്ട്. ഈശോ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ഈശോയിലും വിശ്വസിക്കുവിൻ. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ആശ്രയിക്കാം, നമുക്ക് ആശ്വസിക്കാം. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മളെ ഒരിക്കലും തള്ളിക്കളയില്ല. നമ്മുടെ അസ്വസ്ഥപ്പെട്ട ആ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം ഈശോ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോ നമ്മളോട് വാഗ്ദാനം ചെയ്തതാണ്. വാഗ്ദാനം വിശ്വസ്തനായ ദൈവം ഒരിക്കലും മക്കളെ തള്ളിക്കളയുന്നവനല്ല, ചേർത്ത് പിടിക്കുന്നവനാണ്. നിന്റെ പേര് എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് കുറിച്ച് ആ ഉള്ളംകൈ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവനാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, നമ്മുടെ മക്കളെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മക്കളെയും ദൈവമായ കർത്താവെ ഇന്ന് അനുഗ്രഹിക്കണം, സൗഖ്യപ്പെടുത്തണം, വിമോചനം നൽകണം. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം, ഈശോയുടെ നാമത്തിന്റെ ശക്തി, തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണം, വിശുദ്ധ വലിയ ആ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ, ഇന്ന് കാണുന്നവരിൽ, കേൾക്കുന്നവരിൽ, അറിയുന്നവരിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊടുക്കുവാൻ കൃപ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.